പുഞ്ചകൃഷിയുടെ വിത കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും വിരിപ്പ് കൃഷിയുടെ PRS ബാങ്കുകൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി അപ്പർ കുട്ടനാടിലെ കർഷകർ കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് കൃഷി നടത്തുന്നതെന്നും നെല്ലിന്റെ വില ലഭിക്കാൻ കാലതാമസം എടുക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും കർഷകർ വെച്ചൂരിൽ 39 ഏക്കർ വിസ്തൃതിയുള്ള അഞ്ചോടി പാടശേഖരത്തിലെ 45 കർഷകരുടെ നെല്ല് കഴിഞ്ഞ ഒക്ടോബർ 13-ന് സപ്ലൈകോ നിർദ്ദേശിച്ച മില്ലിന് കർഷകർ കൈമാറിയിരുന്നു. ഒക്ടോബർ 23-ന് കർഷകർക്ക് PRS എഴുതി കിട്ടിയിട്ടും കാനറ SBI ബാങ്ക് അധികൃതർക്ക് സർക്കാർ ഓർഡർ ലഭിക്കാത്തതിനാൽ കർഷകർക്ക് നെല്ലിന്റെ വില അനുവദിക്കാൻ സാധിച്ചില്ല. 22-നും 25-നും മധ്യേ ക്വിന്റൽ നെല്ലാണ് കർഷകർ വിളവെടുത്തത്. ഒരേക്കറിൽ 25 ക്വിന്റലിന് മീതെ നെല്ല് ലഭിച്ചവർ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സമർപ്പിക്കണം. നെൽവിലയായി ഓരോ കർഷകനും 50,000 രൂപയിലധികം ലഭിക്കാനുണ്ടെന്ന് കർഷകനായ MP പുരുഷൻ പറഞ്ഞു. 56,000 രൂപ ഇടപെട്ടുണ്ട്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ടേക്ക് PRS കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ ഓർഡർ വന്നില്ലെന്ന് പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ 8-4 പേർക്കാണ് ഇത് കൃഷി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ PRS കൊണ്ട് ചെല്ലുമ്പോൾ ഓർഡർ വന്നില്ല എന്നാണ് ബാങ്കിൽ നിന്ന് ഓർഡർ. അഞ്ചോടി പാടശേഖരത്തിന് പമ്പിംഗ് സബ്സിഡിയായി 3,50,000 രൂപ ലഭിക്കാനുണ്ടെന്ന് പാടശേഖര സെക്രട്ടറി TD ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് കഴിവതും വേഗം കാശ് കിട്ടണം. അടുത്ത കൃഷി ഇറക്കിന് വരെയും ഇവിടെ ഉഴക്കൂലി 80,000 രൂപ ഇപ്പോൾ കിട്ടാനുണ്ട്. ഈ നെല്ലിൻ്റെ കാശ് കിട്ടിയിട്ട് വേണം ഇവർ തരാൻ. നെല്ലിൻ്റെ കാശ് കിട്ടിട്ടെന്ന് പറഞ്ഞാൽ കൃഷിക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉടനെ ഇത്രയും വേഗം കാശ് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. 3000 ഏക്കർ നെൽകൃഷിയുള്ള വെച്ചൂരിൽ ഇതിനകം പകുതിയിലധികം നിലത്തിലെ വിളവെടുപ്പ് നടന്ന് നെല്ല് മില്ലുകൾക്ക് നൽകി കഴിഞ്ഞു. 540 ഏക്കർ വിസ്തൃതിയുള്ള പൂവത്തുകരി പാടശേഖരത്തിൽ 360 കർഷകരാണുള്ളത്. ഇവിടെ ഏക്കറിന് 30 ക്വിന്റൽ വരെ നെല്ല് ലഭിച്ച കർഷകരുണ്ട്. ക്വിന്റലിന് 3-4 കിലോ നെല്ലാണ് മില്ലുകാർ പതിരായി കണക്കാക്കി ഈടാക്കുന്നത്. നിലമൊരുക്കിയതിന്റെ ചെലവായി 70,000 രൂപ വരെ ചെറുപാടങ്ങൾക്ക് കൊടുത്തു തീർക്കുവാനുണ്ട്. ഏക്കറിന് 20,000-ലധികം രൂപ ചിലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കിയത്. കടം വാങ്ങിയും പലിശക്കെടുത്തും സ്വർണം പണയപ്പെടുത്തി കൃഷി നടത്തിയ കർഷകർക്ക് നെൽവില ലഭിക്കാൻ കാലതാമസം എടുക്കുന്നത് വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വിരിപ്പ് കൃഷിയുടെ നെൽവില ലഭിക്കാത്തതിനാൽ പുഞ്ചകൃഷി ഇറക്കാനാകാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്